എനിക്കൊപ്പം മാഷ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലൂടെ സഞ്ചരിച്ചു വന്നപ്പോൾ കൊടകരയിൽ വെച്ചാണ് അദ്ദേഹത്തെ കാണാൻ ഒരു സാഹചര്യം ഒത്തത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം നേരത്തെ പ്രതിനിധാനം ചെയ്ത മണ്ഡലത്തിൻ്റെ ഭാഗം കൂടിയാണ് അല്ലേ, നിയമസഭാ അംഗം എന്ന നിലയിൽ മന്ത്രിയായൊക്കെ ഉണ്ടായിരുന്ന മണ്ഡലത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കൊടകരയിലാണ് ഞങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നത്. മാഷുമായിട്ട് അല്പനേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ വളരെ സജീവമായി മാഷിൻ്റെ സുഹൃത്തുക്കളുണ്ട്, അതുപോലെ CPIM ഇടതുമുന്നണി പ്രവർത്തകരൊക്കെ ഉണ്ട്, ജനപ്രതിനിധികളുണ്ട്, തദ്ദേശഭരണ പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റ്. അപ്പം മാഷ് ഇങ്ങനെ ഇദ്ദേഹം വന്നപ്പോഴത്തേക്ക് അമ്പിളിങ്ങി വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നതെന്നാണ് പഞ്ചായത്ത് പ്രസിഡൻ്റെ പേര് അമ്പിളിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എല്ലാവരും വളരെ മാഷിനൊപ്പം ഇങ്ങനെ നിൽക്കുന്നു. അപ്പം മാഷേ, നേരത്തെ നിയമസഭയിലേക്ക് പോകാൻ പാർട്ടി പറഞ്ഞു, മുന്നണി പറഞ്ഞു, നിയമസഭയിൽ പോയി. അവിടെ ചെന്നപ്പോൾ പാർട്ടി പറഞ്ഞു നിങ്ങൾ മന്ത്രിയാകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതാ ഇപ്പോൾ പറയുന്നു നിങ്ങൾ ലോക്സഭയിലേക്ക് പോകാൻ പറയുന്നു. അപ്പോൾ ചാലക്കുടിക്കാർ അല്ലെങ്കിൽ ആ വോട്ടർമാർ, ചാലക്കുടിയുടെ മനസ്സ് ഇതിനോടകം മാഷ് വായിച്ചെടുത്തത് എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എന്ന് തന്നെയാണ് വായിച്ചെടുത്തിട്ടുള്ളത്. അത് ഈ പ്രചരണം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു മനസ്സ് ഉണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് എന്ന് തോന്നിയത് ഇതിനു മുമ്പ് ശ്രീ ഇന്നസെൻറ്റും അതുപോലെ തന്നെ ലോമ്പടം മാഷും ഒക്കെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇടതുപക്ഷ മനസ്സുണ്ട് എന്നുള്ളത് ബോധ്യം വന്നിരുന്നു. അതിനെ തുടർന്ന് ഈ പ്രചരണം തുടങ്ങി വരുമ്പോൾ 1, 2, 3 ഘട്ടങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ പ്രസക്തമായി വരികയാണ്. ഇടതുപക്ഷ മനസ്സ് കൂടുതൽ വിപുലമാകുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ, ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ആ മനസ്സ് വികസിക്കുകയും അതോടെ ഇപ്പോൾ ഒരു ഇടതുപക്ഷ അനുകൂല അവസ്ഥ ഉണ്ട് എന്ന ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പറയുന്ന ആത്മവിശ്വാസം നാടിന് എത്രമാത്രം പഞ്ചായത്ത് പ്രസിഡന്റ് ഫീൽ ചെയ്യുന്നുണ്ട്? 100% ഫീൽ ചെയ്യുന്നുണ്ട്. മാഷ് വോട്ട് ചോദിച്ചൊക്കെ വരുമ്പോൾ എങ്ങനെയാണ്, അതിനുശേഷം മാഷ് പോയി കഴിയുമ്പോൾ എങ്ങനെയാണ് ആളുകൾ മാഷിനെ കുറിച്ചൊക്കെ? നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയാണ് എല്ലാവർക്കും. ഇവിടെ എല്ലാവർക്കും മാഷ വലിയ ഇഷ്ടമാണ്. ജനകീയനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഷ്ട്രീയക്കാർക്ക് വരെ മാഷിനെ കുറിച്ച് ഒരു എതിരഭിപ്രായം ഇല്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ്. ഇതിപ്പോൾ UDFകാരാകെ വിഷമത്തിലാണെന്നാണോ പറയുന്നത്? മാഷ് സ്ഥാനാർത്ഥിയായി കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഇത്രയും നല്ലൊരു സ്ഥാനാർത്ഥിയെ ഈ മണ്ഡലത്തിൽ കിട്ടാനില്ല വേറെ. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പക്ഷി ഭേദമന്യേ എല്ലാവരും മാഷക്ക് സപ്പോർട്ടാണ്. ഈ ഒരു നിലയിൽ ഇടതുമുന്നണി പ്രചരണ രംഗത്ത് പോകുമ്പോൾ കിട്ടുന്ന വോട്ടർമാരുടെ ഒരു അനുഭവം എന്താണ്? മണ്ഡലം യഥാർത്ഥത്തിൽ മാഷ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറം രാഷ്ട്രീയത്തിന് അതീതമായുള്ള സ്വീകാര്യത ഈ മണ്ഡലത്തിൽ മാഷ് നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. മുന്നണിക്ക് കുറെ കൂടി കാര്യങ്ങൾ എളുപ്പമാകുന്നു എന്നാണ്. തീർച്ചയായിട്ടും. അത് പറഞ്ഞു വരുമ്പോൾ UDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. MP സംബന്ധിച്ച് തീരെ അഭിപ്രായമില്ല. അദ്ദേഹം ജയിച്ചു പോയതിനു ശേഷം മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, പാർലമെൻറ്റിലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. MP ഫണ്ട് വലിയ തോതിൽ അദ്ദേഹം ലാപ്സാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ കോവിഡ് സമയത്തൊന്നും MP ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രധാനപ്പെട്ട പല വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്നതിൽ അദ്ദേഹം അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ്. MP എന്ന നിലയിൽ അദ്ദേഹം അമ്പെ പരാജയപ്പെട്ടു എന്നതും രവീന്ദ്ര മാഷയുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനവും ജനം താരതമ്യം ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ജനങ്ങൾ മാഷെ സ്വീകരിക്കും. ആ സമയത്താണ് മാഷിൻ്റെ എൻട്രി ലോക്സഭാ സ്ഥാനാർത്ഥിയായി. ഈ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ മാഷ് കേരളത്തോട് ഇടപെട്ടത്, മാഷിന് കേരളം തിരിച്ചു തന്നിട്ടുള്ളൊരു സ്നേഹമുണ്ട്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ എങ്ങനെയാണ് താങ്കളുടെ ഒരു കൈമുതലാവുന്നത് അല്ലെങ്കിൽ കരുത്താവുന്നത്? പാർട്ടിയാണ് ഈ സ്ഥാനാർത്ഥിത്വം തന്നത് അല്ലെങ്കിൽ നിൽക്കാൻ പറഞ്ഞതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി തന്നെ. പാർട്ടിയുടെ വിശ്വാസമാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി പാർട്ടിയുടെ പിന്തുണയാണ്. രണ്ടാമത് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഇടപെടൽ, അതിൻ്റെ ഒരു റിഫ്ലക്സ് നല്ലതുപോലെ ഈ പ്രചരണ വേളയിൽ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോൾ വലിയ സ്വീകാര്യത. നമ്മൾ ഈ നിൽക്കുന്ന സ്കൂൾ തന്നെ 1948 രൂപീകൃതമായ ഒരു സ്കൂളാണ്. അത്ര വലിയ പഴക്കമുള്ളൊരു സ്കൂളാണ്. ഞാൻ ബോർഡിൽ കണ്ടിരുന്നു. ഈ സ്കൂളിൻ്റെ തന്നെ ഒരു വളർച്ചയ്ക്ക് അല്ലെങ്കിൽ മാറ്റത്തിന് മാഷിൻ്റെ ഒരു ഇടപെടലുണ്ടായിന്ന് നാട്ടുകാർ പറഞ്ഞു കേട്ടു. എനിക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയില്ല. തീർച്ചയായിട്ടും മനക്കുളങ്ങര സ്കൂൾ എന്നാണ് നമ്മൾ സ്കൂളിൽ പൊതുവിൽ പറയുന്നത്. ഈ സ്കൂളിന് ചലഞ്ച് ഫണ്ട്, അത് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യം, ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് എയ്ഡഡ് സ്കൂളുകൾക്ക് സർക്കാർ ധനസഹായം കൊടുത്ത് മറ്റ് സ്കൂളുകളെ പോലെ തന്നെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ ഈ ധനസഹായം കൊടുത്ത, ചലഞ്ച് ഫണ്ട് കൊടുത്ത സ്കൂളാണ് ഈ മനക്കുളങ്ങര സ്കൂൾ. അപ്പോൾ അതിൻ്റെ ഭംഗി ഈ സ്കൂളിൽ മൊത്തം കാണാൻ കഴിയും. ഇവിടെ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ എയ്ഡഡ് മേഖലയിൽ, പൊതുവിദ്യാഭ്യാസത്തിൽ സർക്കാർ മേഖലയും എയ്ഡഡ് മേഖലയും
ചേരുന്നു എന്നുള്ളതാണ് LDFൻ്റെ സങ്കല്പം. ഇതെന്ന് വെച്ചാൽ ഇവിടെ പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നു, ഹൈടെക് ക്ലാസ് റൂംസ് നമ്മൾ പറയുന്നതിലേക്ക് ഈ സ്കൂളും വന്നു, അങ്ങനെയാണോ? അതെ, അത് മാത്രമല്ല ജനകീയ പിന്തുണ. ഇപ്പോഴും വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത ജനകീയ വിദ്യാഭ്യാസമായി എന്നുള്ളതാണ്. ഹൈടെക് വിദ്യാഭ്യാസം എന്നുള്ളത് പിന്നീടാണ് വരുന്നത്. ജനകീയ വിദ്യാഭ്യാസത്തിൻ്റെ ഉയർന്ന തലമാണ് ഹൈടെക് വിദ്യാഭ്യാസം. അപ്പോൾ ഇത് രണ്ടും ഇവിടെ സാധിച്ചു. നല്ല കെട്ടിടം, ഹൈടെക് ക്ലാസ്സുകൾ, വലിയ ജനകീയ പിന്തുണ. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും ഇതൊക്കെ മാഷിന് പേരെടുത്ത് അറിയാവുന്ന പറയാവുന്ന എല്ലാവരും ഇങ്ങനെ വിളിക്കുന്നതൊക്കെ കാണും. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ആദ്യം ഇവിടുത്തെ MLA ആയിരുന്നല്ലോ, ഈ കൊടകര പഞ്ചായത്തിലെ MLA. കൊടകര മണ്ഡലമായിരുന്നു ആദ്യം, കൊടകര പഞ്ചായത്താണത്. ഇവിടുത്തെ MLA ആയിരുന്നു. പിന്നീട് അത് പുതുക്കാട് മണ്ഡലമായിട്ട് മാറിയപ്പോൾ ഈ പഞ്ചായത്ത് ചാലക്കുടി മണ്ഡലത്തിലേക്ക് പോയി. അങ്ങനെയാണ് ഇവിടെ MLA അല്ലാതെ എങ്കിലും ഇവിടുത്തെ സാധാരണക്കാരെന്നുള്ളതിലേക്ക് പങ്കാളിയാവാറുണ്ട്. ഇപ്പോൾ വീണ്ടും ചാലക്കുടി നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് വന്നു. അവർ നേരിട്ട് വളരെ പേഴ്സണലായിട്ട് അറിയും ഇവിടെ എല്ലാവരെയും. ഒരു നിമിഷം ഞാൻ ഇവരോടൊന്ന് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി വരാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് മാഷിനൊപ്പം പ്രവർത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ മാഷിന് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പോഴോ അല്ലെങ്കിൽ മാഷിനെ കാണാൻ വന്ന് ഇതിലേത് കൂട്ടത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രാവിലെ നിങ്ങളെല്ലാം കാണുമ്പോൾ നിങ്ങളുടെ ഒരു മനസ്സും താല്പര്യവും ചാലക്കുടിയുടെ ഒരു പൊതു താല്പര്യവും അറിയാൻ താല്പര്യമുണ്ട്. മാഷോടുള്ള സ്നേഹമാണ് ഞങ്ങൾ ഓടിപ്പോകുന്നത്. മാഷ് രാവിലെ വരുന്നെന്നറിഞ്ഞെത്തിയതാണ്. അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ രാവിലെ വരുന്ന പറഞ്ഞെത്തി. പിന്നെ മാഷെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു മൺതരിക്ക് പോലും മാഷ അറിയാമെന്നുള്ളതാണ്. അപ്പം ഞങ്ങളെ എല്ലാവരും തീരുമാനിച്ചു മാഷാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആവേശമാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം എല്ലാവരും ഓടി ഇവിടെ. അങ്ങനെയാണോ? അതെ അതെ, ആവേശക്കുറവ് കാണാനുണ്ട്. ആവേശമുണ്ട്. അല്ലെ, എന്താണ് ഈ ആവേശം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എല്ലാവരുടെയും പറയുന്നതിലൊക്കെ ഓരോരോ ഒരു വൈബ്. എന്താണ് മാഷ് തരുന്ന ഒരു പോസിറ്റിവിറ്റി എന്താണ്? ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തൊട്ട് മാഷിൻ്റെ പേരും പിന്നെ കാര്യങ്ങളൊക്കെ അറിയുന്നു. അപ്പോൾ തൊട്ട് ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇവരെല്ലാം പറഞ്ഞ് ഇങ്ങനെ മാഷിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു, അങ്ങനെയാണോ? മാഷാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തരും ഭയങ്കര സന്തോഷത്തോടെയാണ് ഇരുന്ന് വെച്ചത്. അപ്പോൾ അതൊക്കെ മാഷ വ്യക്തിപരമായിട്ട് ഭയങ്കര സ്നേഹമാണ്. മാഷോടൊരു പ്രത്യേക സ്നേഹ. അത് ഈ എന്താണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലിൽ നിന്നുണ്ടായ അടുപ്പമാണോ? അതാണ് ഞങ്ങൾക്ക് അതാണ് തൃശ്ശൂർ ഭാഷ. അത്രയും പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഞങ്ങൾക്ക് മാഷോട് അതാണ് ഇഷ്ടം. ഞാൻ 2004 ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് പ്രവേശനം. ഈ സ്കൂളിലോ? അന്നത്തെ ആ സ്കൂളിന്റെ അവസ്ഥയും ഇന്നത്തെ സ്കൂളിന്റെ അവസ്ഥയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ കുട്ടികൾ, അതായത് എൻ്റെ മോൾ ഇവിടെ സ്കൂൾ ലീഡർ ആയിരുന്നു. ഇപ്പൊ മോനും ഇപ്പൊ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്, സ്കൂൾ ലീഡറാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ്. തീർച്ചയായിട്ടും അമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി മാഷ് ജയിക്കുന്നത് ഉറപ്പിച്ച് പറയും. സ്കൂൾ ലീഡർക്ക് വോട്ടില്ല കേട്ടാ. പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? വോട്ട് വേണ്ടല്ലോ, പക്ഷേ പറയണം എല്ലാവരുടെ പറയുന്നുണ്ടോ? ഇലക്ഷനിൽ സജീവമാണോ? പരീക്ഷ ഒക്കെ കഴിഞ്ഞോ? തുടങ്ങിയിട്ടുള്ളൂ. അപ്പം പഠിത്തമൊന്നും മുടങ്ങുന്നില്ലല്ലോ. മാഷ് അതൊന്നും സമ്മതിക്കില്ല അല്ലേ? മോളുടെ ആദ്യത്തോട്ടാണ് അതെന്തായാലും മാഷ് ഇപ്പൊ എടുത്തിട്ടുണ്ട്. നല്ല അഭിപ്രായം. അപ്പോൾ ടീച്ചറിൻ്റെ ഒരു സ്വന്തം അനുഭവത്തിൽ നിന്ന് കൂടിയാണ് നേരത്തെ മാഷ് പറഞ്ഞ ഈ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ഈ സ്കൂളിലെ തന്നെ ഒരു അധ്യാപിക എന്ന നിലയിൽ ഈ സ്കൂളിനോടൊപ്പം അതിൻ്റെ ഒരു നേരത്തെ യെസ്. അപ്പോൾ ഈ ഒരു സ്കൂള് യഥാർത്ഥത്തിൽ ഒരു മാതൃകയാണ്, ഒരു ഉദാഹരണമാണ്